മോഹനേട്ടൻ തലവേദന, നേരത്തെ കിടക്കാന്ന് പറഞ്ഞു. നിന്റെ ശീലം മോഹനേട്ടൻ തുടങ്ങി തോന്നുന്നു. വീട്ടിലിരിക്കാണ്ട് പകലൊക്കെ വെറുതെ ചുറ്റി നടക്കല്. നീ എന്താ വലിയ സീരിയസ് ആയിട്ടിരിക്കണേ? ഉണ്ണാ വന്നപ്പോഴും ഒരു മിണ്ടാട്ടം ഇല്ലാണ്ട്. നോക്ക്, നീ ഈ പറപറാന്നോരോന്ന് പറയുന്നിടയിൽ കൂടെ ചോദിച്ചാല് ഒന്നും തോന്നില്ല. ചോദിച്ചു നോക്കുവോ? ആരോട്? മോഹനേട്ടനോട്. കല്യാണം എപ്പോ നടത്താനാ ആലോചനാന്ന് ഒന്ന് അറിഞ്ഞു വെക്കാലോ. അതൊക്കെ പോകുമ്പോ പറയില്ലേ? അമ്മ പറയണ പോലല്ല. അവരിങ്ങോട്ട് പറയട്ടെ വെച്ചിട്ട് കാത്തിരുന്നാൽ എന്തിനാ വെറുതെ നീട്ടിക്കൊണ്ടു പോണേ? നീ എപ്പോഴെങ്കിലും ഒന്ന് ചോദിക്കേ. വേണമെങ്കിൽ പകല് നടക്കാൻ പോകുമ്പോ നീയും കൂടെ പോയിക്കോ. നീ ഓരോ കിറുക്കള് പറയുന്ന ഇഷ്ടാന്നല്ലേ പറയണേ? അപ്പൊ ധൈര്യമായിട്ട് ചോദിക്കാം. ഒരു കാര്യം ചോദിച്ചാൽ ദേഷ്യപ്പെടൂ? ശൈല ചേച്ചിക്ക് സങ്കടം തോന്നില്ലേ? എന്തിന്? ഒക്കെ ഒരുവിധം ഉറപ്പിച്ചു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇല്ലാന്നറിഞ്ഞാൽ. ഓ അതോ? അമിതമായ ലോക്യം കാട്ടുന്നതിന്റെ പിന്നിൽ അങ്ങനെ ഒരു ഭീഷണി ഉണ്ടെന്ന് അമ്മയ്ക്കും അച്ഛനും അറിയാം. പക്ഷേ ഒരു ഉറപ്പും ആരും പറഞ്ഞില്ലല്ലോ. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് കഥകളിൽ പറയണ പോലെ കുട്ടിക്കാലത്ത് ഇണപിരിയാതെ കളിച്ചു നടന്നു, നിന്റെ വല്യമ്മ എന്നെ എടുത്തുകൊണ്ട് നടന്നു, ഞാൻ മടിയിൽ മൂത്രം ഒഴിച്ചു. ഇതൊക്കെ വെറുതെ ഇപ്പൊ പറയുന്നതല്ലേ? എന്നാലും മുത്തശ്ശൻ ഒരാൾ മാത്രമായിരുന്നു അന്ന് ഞങ്ങളായിട്ട് അടുപ്പം. പിന്നെ നിന്റെ അമ്മ. എന്റെ പ്ലാനുകൾ പറഞ്ഞുതരാം. ജീനിയസിനോടെല്ലാം പറയാമല്ലോ. MA കഴിഞ്ഞ് എനിക്കൊരു PhD എടുക്കണമെന്ന് പറഞ്ഞില്ലേ? പിന്നെ ചില സ്ഥലങ്ങൾ കാണണം. കാശ്മീരും താജ്മഹലൊന്നും അല്ല, മിസോറാം, നാഗാലാൻഡ്, ഖാസി ഹിൽസ്. അതും പഠിപ്പിന്റെ ഭാഗമാണെന്ന് കൂട്ടിക്കോ. എല്ലാം കൂടി ഒരു 4-5 കൊല്ലം പ്രോഗ്രാം ഉണ്ട്. ബാക്കി കേൾക്കണ്ടേ? അപ്പോഴേക്ക് നീ പഠിപ്പ് മതിയാക്കി കിറുക്കുകളൊന്നും കൈമോശം വരാതെ റെഡി ആയിരുന്നു. ശരിയായ ആലോചന അപ്പോ വരും. നിന്റെ അച്ഛൻ വല്ല പ്ലാനും ഇട്ട് കുഴപ്പത്തിലാവണ്ടെന്ന് വെച്ച് ഒന്ന് നേരത്തെ പറഞ്ഞു വെക്കും. അത്രേ ഉള്ളൂ തൽക്കാലം പരിപാടി. പക്ഷേ എന്ത് പക്ഷേ? പെണ്ണെ, എനിക്ക് തന്നെ ഇഷ്ടം. പച്ച മലയാളം കവിതക്കാരിക്ക് മനസ്സിലാവില്ലേ? അതിന്റെ ഇടയിൽ വേറെ ആളുകളുടെ വക്കാലത്തും കൊണ്ട് വന്നാൽ എന്തെങ്കിലും പറ. വാക്കുകളിട്ട് തട്ടിക്കളിക്കുന്ന ആളല്ലേ, ചിലതൊക്കെ പറ.